എന്താ ഭർത്താവ് നമുക്ക് ദൈവത്തെ പോലെയാണ്. അപ്പോൾ ഭർത്താവിനെ നമ്മൾ ഒരിക്കലും പേര് വിളിച്ചുകൂടാ. അതിന് നമ്മൾ ദൈവത്തെ പേര് വിളിക്കലേ അമ്മ ചെയ്യാറ്? കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നൊക്കെ നമ്മൾ പേരല്ലേ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഭർത്താവിനും പേര് വിളിച്ചാൽ എന്താ? ഭർത്താവ് ദൈവത്തെ പോലെയാണെങ്കിൽ മോളെ അങ്ങനെയല്ല, നമ്മളെ ദൈവത്തെ പോലെ ബഹുമാനിക്കണോന്ന്. ആ ശരി അമ്മേ, എന്നാലേ ഞാൻ ഇനി രാഹുലിനെ പേര് വിളിക്കത്തില്ല. പിന്നൊരു കാര്യം കൂടി മോളെ, ഭർത്താവിൻ്റെ പേര് പോലും നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല, കേട്ടല്ലോ. പിന്നെ നമ്മൾ ഈ ഭർത്താക്കന്മാരെ പേരൊക്കെ വിളിക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ കണ്ടാൽ എന്താ വിചാരിക്കുക? നമുക്ക് ഭർത്താവിനോട് തീരെ ബഹുമാനില്ലാന്നല്ലേ വിചാരിക്കുന്നത്. അതുകൊണ്ട് മോളി ഇനി മുതൽ ഭർത്താവിൻ്റെ പേരൊന്നും വിളിക്കണ്ട, കേട്ടല്ലോ. ആ ശരി അമ്മേ, ആയിക്കോട്ടെ, ഇനി ഞാൻ വിളിക്കില്ല കേട്ടോ. മോളെ ഞാൻ അപ്പുറത്തെ സാവിത്രീൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരുന്നേ. മോള് ഇവിടുത്തെ ജോലിയൊക്കെ ഒന്ന് ചെയ്യട്ടാ. ആ ശരി അമ്മേ, ആയിക്കോട്ടെ. ഓ പിന്നെ ഞാനല്ലേ ഇപ്പോൾ ജോലി ചെയ്യാൻ പോന്നെ. കുറച്ച് സമയം ടി വി കണ്ടിരിക്കാം. ആ അല്ലേ വേണ്ട, ഫോൺ നോക്കാം. അയ്യേ, ഞാൻ വന്ന കാര്യം മറന്നു. ഞാൻ രാഹുലിനെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. അയ്യോ, രാഹുലൊന്നല്ലല്ലോ. ഇനിയിപ്പോൾ എന്താ അങ്ങനെ വിളിക്കാൻ ഞാൻ? എടോ മനുഷ്യ, വേണ്ടേ? അതെ അങ്ങന്നേ. ഓ ഇവനാണേ ഇതൊന്നും കേൾക്കുന്നുമില്ലല്ലോപ്പാ. എടോ മാങ്ങാത്തലയാ, മാങ്ങാണ്ടി മോറ. അയ്യോ, നീ എന്തിനാടി എന്നെ വിളിച്ചേ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഞാൻ എത്ര സമയമായി വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? അയ്യോ മോളെ, ഞാൻ അപ്പുറത്തെ ചെറിയൊരു വർക്കിലായിരുന്നു, അതുകൊണ്ട് മോള് വിളിക്കുന്നത് എനിക്ക് കേട്ടില്ല. എടി മോളെ, മോളെ നിന്നോട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? ഭർത്താവിനെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? അമ്മ എന്താ എന്നോട് പറഞ്ഞത്? ഭർത്താവിന് പേര് വിളിക്കാൻ പാടില്ല എന്നല്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിന് പേരൊന്നും വിളിച്ചില്ല. എൻ്റെ പൊന്നു മോളെ, ഭർത്താവ് നമ്മുടെ ദൈവത്തെ പോലെ. അപ്പം നമ്മൾ എടോ വാടോ പോടോ എന്നൊന്നും ഭർത്താവിനെ വിളിച്ചുകൂടാ. എന്താ ഏയ് അങ്ങനെയൊക്കെയാണ് വിളിക്കേണ്ടത്. ഇതിപ്പോൾ അപ്പുറത്തെ വീട്ടിലെ സാവിത്രിയോ മറ്റോ കണ്ടായിരുന്നെങ്കിലോ? നീ നിന്റെ ഭർത്താവിനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് അവർ കേട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവർ വിചാരിക്കുക? അമ്മയല്ലേ എന്നോട് നേരത്തെ പറഞ്ഞത് ഭർത്താവിൻ്റെ പേര് വിളിക്കാൻ പാടില്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഭർത്താവിൻ്റെ പേരും വിളിച്ചില്ല. കോയി എന്നൊക്കെ വിളിച്ചതാ. പക്ഷെ ഇങ്ങനെ ഇതൊന്നും കേൾക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചതാ. അതുകൊണ്ട് പെട്ടെന്ന് വന്നില്ല അങ്ങനെ. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടേ 35 വർഷമായി. ഞാൻ ഇതുവരെ എൻ്റെ ഭർത്താവിന് പേര് വിളിച്ചിട്ടില്ല. കോയി എന്നൊക്കെയാണ് വിളിച്ചത്. ഞാൻ ബഹുമാനത്തോടെ അല്ലാതെ എൻ്റെ ഭർത്താവിനെ ഒരു നോക്ക് പോലും നോക്കിയിട്ടില്ല. മോളെ നീ നിങ്ങൾ അടുത്ത് വന്നേ. എന്തോ അമ്മേ, എന്നതാ കാര്യം? മോളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഭർത്താക്കന്മാരെ വിളിക്കേണ്ടതെന്ന്. അമ്മേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുവാണോ അവൾക്ക് ഭർത്താവിനെ എങ്ങനെയാ പേര് വിളിക്കേണ്ടതെന്ന്? പറഞ്ഞെടുത്തോ. മോളെ നിനക്ക് ഇവൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്നറിയോ? ഇല്ല അമ്മേ, നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കറിയാം. ഇതെന്തോ അമ്മേ പേര് ചോദിച്ചപ്പോൾ തറയിലേക്ക് ഇങ്ങനെ കാലടിച്ച് കാണിക്കുന്നത്? എടി മോളെ, എനിക്ക് പേര് പറയാനേ നാണാവുന്നു. പേര് പറയാൻ എന്തിനാ അമ്മ ഇങ്ങനെ നാണിക്കുന്നത്? ഞാനൊരു പേരല്ലേ ചോദിച്ചോളൂ. അത് പിന്നെ ഇല്ലേ മോളെ, ഞാൻ ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. മോളെ നിനക്കറിയോ, ഞാനേ എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണെന്നറിയോ അങ്ങേരെ വിളിക്കുന്നത്? ഒന്നിങ്ങ് വന്നേ. അതെ പിന്നില്ലേ, കുട്ടികളുടെ അച്ഛ, രാഹുലിൻ്റെ അച്ഛ. ഓ ഇങ്ങനെയാണോ അമ്മേ? അത് ശരി, അമ്മ ഇതുവരെ അച്ഛൻ്റെ പേര് വിളിച്ചിട്ടില്ല? ഇല്ല മോളെ, ഞാൻ ഇന്നേ വരെ ഇവൻ്റെ അച്ഛൻ്റെ പേര് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഓ അമ്മയ്ക്ക് അത്രയ്ക്കും സ്നേഹമാണോ അച്ഛന്? ഭയങ്കര അച്ഛന് ഭയങ്കര ഭാഗ്യവാനാ. അമ്മ ഇതുവരെ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടല്ലോ. എന്തൊരു സ്നേഹം അമ്മയ്ക്ക്. അതേ മോളെ, അതുപോലെ തന്നെ നീ ആവണം കേട്ടല്ലോ. ഇവൻ്റെ പേര് നീ ഒരിക്കലും പറയാൻ പാടില്ല. അമ്മയ്ക്കൊരു അമ്മായിയമ്മ ഉണ്ടായിരുന്നില്ലേ, അവരെങ്ങനെയായിരുന്നു അമ്മേ? നമ്മളിപ്പോൾ ഇത്ര സന്തോഷത്തിലിരിക്കുമ്പോൾ നീ ആ കിളവിനെ പറ്റിയിട്ട് എന്തിനാ മോളെ ഇപ്പോൾ പറയുന്നത്? ആ തൊണ്ടി കിളവിണ്ടല്ലോ, ആ കിളവിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരാം. ആ കിളവി പറഞ്ഞത് പോലെ കേൾക്കുന്ന ഒരു മരമണ്ടനും അദ്ദേഹത്തിൻ്റെ എനിക്ക് അങ്ങനെ കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരിക. ആ കിളവി ഉണ്ടല്ലോ, മോനെ വരച്ച വരയിലാണ് നിർത്തിയേക്കുന്നത്. ഓ അമ്മ പറയുന്നതല്ലാത്ത ഞാൻ പറയുന്ന വല്ലതും അങ്ങനെ കേൾക്കുന്ന ഒരു എരുമത്തലേനും. അയ്യോ ആരാ അമ്മേ എരുമത്തലേന്? വേറെ ആരാ? ഇവന്റെ തന്ത. പിന്നാര്?